ടാങ്ക് അതാണ് മുകളിലാണ്. അപ്പോൾ അതപ്പോൾ ആവശ്യം അതാണിപ്പോൾ അതിലാണ് വെള്ളം നിറക്കലൊക്കെ. അതിലാണെങ്കിൽ നിറച്ച് മൊച്ചാളും വരലുണ്ട്, കയറി കുളിക്കലും മുടിച്ചലൊക്കെ ഉണ്ടായാലുണ്ട്. അതിനാണിപ്പോൾ ഈ മരങ്ങൾ ഇവിടെ വെട്ടി ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ചാടി കുളിച്ചും അതിൽ കയറലുണ്ട്, കണ്ടിട്ടുണ്ട്. ഇവിടെ അടുത്തുള്ള പെരക്കാരൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ അഥവാ കയറാൻ പറ്റാതെ അതിൽ ചാടി കടന്ന് ജീവൻ പോയാൽ ആ വെള്ളമാണ് നമുക്ക് അടിച്ച് വരുന്നത്, അടിയിലേക്ക് ഇറങ്ങി പോകേണ്ടത് എല്ലാ നാലാ ഭാഗത്തേക്കും. ഈ കുരങ്ങി മൊച്ചമൊക്കെ പുതിയ ടാങ്കിന് മേലെ കയറിക്കാണ്ട് അതിൽ ചാടി കടന്നാണ്ട് എങ്ങനെയെങ്കിലും അതിൽ ചാടി ചത്തുക്കാണ്ട് ആ വെള്ളമാണ് നമുക്ക് പിന്നെ വരിക. അതുപോലെ വെള്ളം പൊടുന്ന ആൾ ഓപ്പറേറ്റർമാരും അത് നോക്കൂല, എപ്പോഴും അത് നോക്കുന്നില്ല അവർ. അപ്പോൾ ആദ്യം അതിൻ്റെ അതുകൊണ്ട് നമുക്ക് മലപ്പുറത്ത് എയിനോട് ഓഫീസിൽ പറഞ്ഞിട്ടുണ്ട്. നീ ഇതുപോലെ ഒഴിവാക്കി തന്നതിന് വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഏയ്ക്കൊക്കെ കാടൊക്കെ വെട്ടാൻ പറഞ്ഞപ്പോൾ കാടൊക്കെ വെട്ടി. ഇപ്പോൾ നിറച്ച് കുറ്റിയും കാടും നിറച്ച് കള്ളും കുപ്പിയും ഇതിൽ രാത്രി ഇവിടെ കൂത്താണ് വേറെ ആൾക്കാരുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മളെ പെരുമ്പറമ്പത്തെ അണ്ടിക്കാടേ നമ്മളെ പമ്പ് ഹൗസിലെ ഇതാണ്. ഇവിടെ യാതൊരു നോട്ടുമില്ല, ഒന്നുമില്ല. വെള്ളം മേലെ കയറുന്നുണ്ട്, ഭയങ്കര കാടായിരുന്നു, അതൊക്കെ വെട്ടിച്ചു പോകണം. ഇവിടെ ആകെ അറിയാത്ത ആൾക്കാർ ആരൊക്കെ വന്നിക്കാണ്ട് ഇവിടെ കള്ളുടിച്ച് കൂത്തടിക്കാണ്ട് പോവാണ്. നമ്മളെ വെള്ളത്തിൽ ആരെയും എന്തെങ്കിലും കലക്കുണ്ടോ ഇല്ല ആര് കണ്ടു. അപ്പോൾ ഇവിടെ നോക്കാൻ ആളുണ്ട്, പക്ഷേ ഓരോ എപ്പോഴും ഇവിടെ നിർത്തണം, ഒന്ന് പോയും കണ്ടു നിൽക്കണം ഇവിടെ ആൾ. ഇത് നമ്മളെ കുടിവെള്ളമല്ലേ, ഇവിടെ ആളുണ്ട്. ഇപ്പോൾ ഇവിടെ പുതിയൊരാളാണ്, ആൾക്കാർ കുടിക്കണ വെള്ളമാണ്. അപ്പോൾ ഇവിടുത്തെ കാടൊക്കെ ഇപ്പോൾ ഇന്നാൾ എന്നോട് വിളിച്ചോട് പറഞ്ഞു കാട് ഭയങ്കര കാടാണ്, പാമ്പാണെന്നൊക്കെ പറഞ്ഞാണ്. അപ്പോൾ കാട് വെട്ടിച്ചാൽ എനിക്കെന്തിനു പേടിച്ചിന് എൻ്റെ ഇല്ല മലപ്പുറത്ത് കുന്നുമല ഓഫീസിൽ പറഞ്ഞാൽ പോരാ, മലപ്പുറം ഓഫീസിൽ പറഞ്ഞാൽ പോരാ, ഒരു വെട്ടി തരൂലേ. അപ്പോൾ കാട് വെട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഭയങ്കര കുതിരലാണ് ഈ ടാങ്കിൻ്റെ ഉള്ളിൽ. കള്ളും കുപ്പി പല ആൾക്കാർ രാത്രി വന്ന് കൂത്താടുന്നുണ്ട്. പാമ്പ് ഇവിടെ നമ്മൾ നടക്കണ വഴി തന്നെയാണ്. അത് എന്ത് പാമ്പാന്ന് അറിയത്തില്ല. കണ്ടാ എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് വരിക? ഇതിൻ്റെ കുട്ടികളൊക്കെ ആയിട്ട് നമ്മളെ സ്ലാബിലൊക്കെ പാമ്പുണ്ട്. ഈശോയെ ഇങ്ങോട്ട് ലേറ്റ് ഇല്ലാതെ വെട്ടമില്ലാതെ വരാൻ പറ്റില്ല. ഇത് നമ്മളെ മുകളിലത്തെ ടാങ്കാണ്, ആദ്യത്തെ ടാങ്കാണ്, ഒഴിവാക്കുന്ന ടാങ്കാണ്. ഇതൊക്കെ ആകെ അടപ്പ് പോയി. ഏതെങ്കിലും കുട്ടികൾ ആരെങ്കിലും ഇതിനെ മുകൾക്ക് വെറുതെ വന്നാൽ ഇതിനുള്ളിൽ വെള്ളം ഇപ്പോൾ രണ്ടാളെ വെള്ളം ഉണ്ട് തോന്നുന്നു. ഇതിൽ എത്ര ആളെ വെള്ളമുണ്ട്? ഒരാളെ വെള്ളം മേലെ ഉണ്ടാവും, ഒരാളെ മേലെ വെള്ളം ഉണ്ടാവും. ഇതൊക്കെ കുട്ടികൾ ചാടി ഇത് വീണുകാണ്ടേ മരിച്ചു കിടന്നാലും കൂടി കാണൂല. ആ ജാതി കാടായിരുന്നു, കാടൊക്കെ ഇപ്പോൾ വെട്ടിച്ചിട്ടുണ്ട്. ഇതിന് അടപ്പില്ല. ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കാൻ പറയണം, പൊളിച്ചാണ്ട് ഫ്രീ ആയിട്ട് നിൽക്കണം. ആകെ ഓട്ടയാണ് ഇതിനുള്ളിൽ. കുട്ടികളെ എങ്ങനെയെങ്കിലും ഇതിക്ക് കാണാൻ വന്നുകൊണ്ട് കാലുകുത്തി പോവുക ഉള്ളിലേക്ക് ചാടുക ചെയ്താൽ വലിയ ബുദ്ധിമുട്ടാണ്. വലിയ ഹലാക്കിൻ്റെ മൂർക്കം പാമ്പൊക്കെ ഉണ്ട് ഇതിൽ. ഇപ്പോൾ കാട് വെട്ടി ഒഴിവാക്കിച്ചത്, അപ്പോൾ അങ്ങോട്ട് മറ്റേ കാട്ടിലേക്ക് നീങ്ങിയതാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്തായാലും ജന്തുക്കളുണ്ടാവും ഈ ടാങ്കിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഈ ടാങ്ക് ഇതിന് സ്ലാബ് കൊണ്ട് ഒഴിവാക്കാൻ പറയണം, സ്ലാബ് കൊണ്ട് ഒഴിവാക്കിച്ചണം. എന്തിനാ വെറുതെ ഇവിടെ ഇതിൽ വെള്ളം നിർത്തിക്കാണ്ട് ഒഴിച്ച് വെക്കണത്? ഇത് വലിയ ജന്തുക്കളുണ്ടാവും, പെരുമ്പാമ്പ് മൂർക്കനൊക്കെ ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ. ഇത് നമുക്ക് എത്രയും പെട്ടെന്ന് ഒഴിവാക്കിച്ചാൽ പറഞ്ഞു. വെറുതെ ഈ മേലെ സ്ലാബാണ് ഒഴിവാക്കുക, എന്നിട്ട് ആ വെള്ളം തുറന്ന് വിടാനുള്ള പരിപാടി എടുക്കണം. ഇതിനെ പൈപ്പ് മേലെ പൈപ്പും കാര്യമൊക്കെ ഉണ്ട്, അതൊന്നും ഇപ്പോൾ ഉപയോഗമില്ല. ഇതൊക്കെ ആദ്യത്തെ വെത്താണ്. ഇതിപ്പോൾ പുതിയ ടാങ്ക് ഇപ്പോൾ ഉണ്ടാക്കിക്കണു. ഇതിപ്പോൾ ആവശ്യമില്ല, ഇത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നിറച്ച് വെള്ളമാണ് ഇതിൽ. ഏതെങ്കിലും കുട്ടികൾ ടാങ്ക് കാണാൻ വേണ്ടി വന്നിക്കാണ്ട് കുതിരടിച്ചാണ്ട് വീട്ടിൽ ഉമ്മാനോടും ബാപ്പാനോടും പറയാതെ വീട്ടുകാർ അറിയാതെ വന്നിക്കാണ്ട് കുട്ടികൾ അറിയാതെ വന്നാണ്ട് ഇതിൽ ചാടും. ചാടി കിടന്നാൽ കുട്ടികളെ കാണാനില്ലാതാകുമ്പോഴേക്കാണ് അപ്പോൾ തെരച്ചിലും മുടിച്ചിലൊക്കെ ഉണ്ടാവുക. ഇതിപ്പോൾ ആദ്യത്തെ ടാങ്കിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഇപ്പോൾ ഉണ്ടാക്കിയ ടാങ്ക് അതാണ്, മുകളിലാണ്. അപ്പോൾ അതപ്പോൾ ആവശ്യം അതാണിപ്പോൾ അതിലാണ് വെള്ളം നിറക്കലൊക്കെ. അതിലാണ് മലപ്പുറം മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് ആരാ? ഖുർആനും ഹദീസും കൊണ്ട് വ്യാഖ്യാനിച്ച് ലീഗിന് വോട്ട് ചെയ്താൽ സ്വർഗം കിട്ടും എന്ന് വാദിക്കുന്ന ആരെങ്കിലും ആണോ? ആണെങ്കിലും അല്ലെങ്കിലും മലപ്പുറം മുനിസിപ്പാലിറ്റി അധികാരികളോട് പറയാനുള്ളത്, ഇത് നിങ്ങളുടെ അധികാര പരിധിയിൽ വരുന്ന ടാങ്കാണ്.
മേൽമുറി ആലത്തൂർപടി വില്ലേജ് ഓഫീസ് റോഡിന് നേരെ കയറിയ അണ്ടിക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വോട്ട് ചോദിച്ച് വീടുകൾ കയറി ഇറങ്ങിയ സമയത്ത് പോലും നിങ്ങളിത് കണ്ടിട്ടുണ്ടാവില്ല. കാരണം ടാങ്കിന്റെ ഫില്ലറിനോട് ചാരിയൊന്നും വീടുകളില്ല. വീടുകൾ ഉള്ള ഭാഗത്തേക്ക് മാത്രം നോക്കി വോട്ട് ചോദിക്കുമ്പോൾ അറിയാതെ പോലും നിങ്ങൾ ആ ഭാഗത്തേക്ക് നോക്കിയിട്ടുണ്ടാവില്ല. കുരങ്ങന്മാർക്ക് വോട്ടില്ലല്ലോ. വോട്ട് കിട്ടിക്കഴിഞ്ഞ് തിരിയുന്ന കസേരയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നോക്കേണ്ട ആവശ്യം ഒട്ടുമില്ലല്ലോ. അതുകൊണ്ട് കൂടിയിട്ടാണ് റോഡും സ്ഥലമൊക്കെ പറഞ്ഞു തന്നു ഒന്ന് പോയി നോക്കണം. ഇതിപ്പോ പറയാനുള്ള പ്രസക്തി കോട്ടയം മെഡിക്കൽ കോളേജിന്റെ തകർച്ചയോ ഒരു മനുഷ്യജീവൻ പൊലിഞ്ഞതൊക്കെ കണ്ടതാണല്ലോ. നാളെ ഈ ടാങ്കില് കള്ളുകുടിയന്മാരാരെങ്കിലും വീണ് ചത്ത, അല്ലെങ്കിൽ ഏതെങ്കിലും പിള്ളേർ ഓടി വീണ് ജീവൻ നഷ്ടപ്പെട്ട, പ്രതിച്ഛായ സംരക്ഷിക്കാൻ ആ പന്ന മോള് വീണ ജോർജ് പറഞ്ഞ പോലെ നിങ്ങളും പറയണം. അത് കുറെ കാലമായിട്ട് ഒഴിവാക്കിയിട്ട ടാങ്കാണ്, അവിടേക്കാരും പോവാറില്ല, ഇന്ന് വരെ പോയിട്ടില്ല, ഇനി പോകത്തില്ല എന്നൊക്കെ. അതോടുകൂടി നിങ്ങളുടെ ബാധ്യത തീരുമല്ലോ. നിലവിൽ അതിൽ മനുഷ്യന്റെ അസ്ഥികൂടൊന്നും ഇല്ല എന്നുള്ളത് കണ്ടറിയണം. ആ ടാങ്ക് ഉണ്ടാക്കിയപ്പോൾ കുടിവെള്ളം എന്ന് പറഞ്ഞു തുടങ്ങിയ പദ്ധതിയാണ്. ഇപ്പൊ പറയുന്നത് കേട്ടില്ലേ, കുരങ്ങന്മാർ ഇറങ്ങി കുളിക്കാറുണ്ടെന്ന്. മേലെ കയറി നോക്കണം എത്ര കുരങ്ങന്മാർ ചത്ത് കിടപ്പുണ്ടെന്ന്. നിലവിൽ 100% അനാരോഗ്യപരമായ വെള്ളം തന്നെയാണ് സപ്ലൈ ചെയ്യുന്നത്. അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വോട്ട് കുത്തിയ കൈതകള് ചീഞ്ഞ വെള്ളത്തിൽ കുളിച്ചാലെന്ത് കുടിച്ചാലെന്ത്. ആ വെള്ളം തന്നെ ഞങ്ങൾ 4-5 വീട്ടുകാർക്ക് മുട്ടിയിട്ട് മാസങ്ങളായി വാട്ടർ അതോറിറ്റിയിലും മുനിസിപ്പാലിറ്റിയിലും കയറി ഇറങ്ങുന്നു. ബലക്ഷയം സംഭവിച്ച ടാങ്ക് മണ്ണിട്ട് നികത്തണം. സാമൂഹിക വിരുദ്ധരുടെ അയിഞ്ഞാട്ടം നിർത്താൻ അതിന് ചുറ്റും ശക്തമായ കമ്പിവേലി കെട്ടണം. മാസത്തിലൊരിക്കൽ കാടൊന്ന് വെട്ടണം. അതിന്റെ ചുറ്റുമുള്ള മരങ്ങളൊക്കെ ഒന്ന് വെട്ടി നിലവിലുള്ള ടാങ്ക് കുരങ്ങന്മാരുടെ സ്വിമ്മിംഗ് പൂൾ ആക്കാതെ നോക്കണം. വാൾവ് തുറക്കാൻ പോകുമ്പോൾ പാമ്പ് കൊത്താതെ നോക്കണം. ജെയ്സൺ എന്ന് പറയുന്ന ഒരു പാവം വാൾവ് ഓപ്പറേറ്റർ പയ്യനുണ്ട് അവിടെ. മിനിമം ആ പയ്യന്റെ ജീവനെങ്കിലും സംരക്ഷണം കൊടുക്കുന്ന ഒരു നടപടി ഉണ്ടാവണം.